മമ്മി എന്ത് പറഞ്ഞാലും പറ്റത്തില്ല ഒരു പരിചയമില്ലാത്തൊരുത്തനെ കെട്ടാൻ എന്ന് പറഞ്ഞാ പരിചയമുള്ള ആരെങ്കിലും കൊണ്ടുവന്നാ നീ 100 കുറ്റം പറയത്തില്ലേ? ഓ അതുകൊണ്ടാണോ ഏതാ എന്താന്ന് അറിയാത്തൊരെണ്ണത്തിന് കണ്ടുപിടിച്ചേക്കുന്നേ? എടി നിന്റെ പപ്പായെ ഞാൻ കല്യാണത്തിന്റെ അന്നാ കാണുന്നേ. എന്നിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? പപ്പ ദേഷ്യക്കാരനാന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മമ്മിയെ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നോ? എടി അതൊക്കെ എങ്ങനെ നോക്കണമെന്ന് ഞാൻ പഠിച്ചില്ലേ. ഇതൊക്കെ അത്രയൊക്കെ ഉള്ളൂ. മമ്മി എന്ത് പറഞ്ഞാലും പറ്റത്തില്ല, എന്നെ നിർബന്ധിക്കാൻ നിൽക്കരുത്. അതെന്നാന്നാ ചോദിക്കുന്നേ? മമ്മി എനിക്കൊരാളെ ഇഷ്ടാണ്. ഓ അത് പറ, എന്നാ പിന്നെ അവനെങ്ങ് കെട്ടിയാ പോരെ? അത് പറ്റത്തില്ല മമ്മി, അവനൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കല്യാണം നടക്കുള്ളൂ. ഓ അതിന് എന്നാണാവോ? അതിരിക്കട്ടെ, ഏതെങ്കിലും കൊള്ളാവുന്ന ഒരുത്തരാണോ? എന്റെ പപ്പയ്ക്ക് ബോധിക്കുവോ? മമ്മി എന്തായാലും ഇപ്പൊ പപ്പയോട് പറയാൻ നിക്കണ്ട, അത് സമയം പോലെ ഞാൻ പറഞ്ഞോളാം. ആ ശരി മക്കളെ, വെക്കുവാന്നേ. എന്ത് കാര്യത്തിന്? മമ്മി ഇപ്പൊ പോയി പറയും. 10 എണ്ണം മുമ്പേ പപ്പ വിളിക്കും. ആ പപ്പ. മോളെ, മമ്മി പറഞ്ഞു ഉള്ളതാന്നോടി? പപ്പ ദേഷ്യപ്പെടരുത്. അത് ഞാൻ തീരുമാനിക്കാം. നീ ആളാരാന്ന് പറ. അത് പപ്പ എബിനില്ലേ? ഏത്? ആ എടപ്പള്ളിയിലെ കൊച്ചനോ? ആ അതെ. ആ അവൻ വലിയ തിരക്കേടില്ല. മക്കൾക്ക് നാളെ പോണോ? വേണ്ട പപ്പ, എനിക്ക് പോണ്ട. ആ എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അവനെ കാണാൻ പറ്റുമോ? അയ്യോ പപ്പ, അവന് വർക്കൊക്കെ ഉണ്ടാവും. ആണോ? എന്നാ അവന്റെ നമ്പർ തന്നേ, പറ്റുന്ന ദിവസം ഞാൻ തന്നെ ചോദിക്കാം. അല്ല പപ്പ കുഴപ്പമില്ല, പപ്പ വന്നോ, ഞാൻ അവനോട് പറയാം. ഓക്കെ ഓക്കെ. മോള് കഴിച്ചാർന്നോ? ഇല്ല, ഇനി ഉണ്ടാക്കണം. എന്നാ മക്കള് ചെല്ലി, പപ്പ നാളെ വരാട്ടോ. ഓക്കെ ഓക്കെ പപ്പ, ഓക്കെ. എടാ എന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടാ അതാ ഞാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞത്, യു ഹാവ് ടു കീപ് യുവർ ഡിസ്റ്റൻസ്. ഇതെന്നാ കോപ്പിലെ മലയാളമാടാ? എടാ ഭാഷയിലല്ല കാര്യം, കോണ്ടെക്സ്റ്റിലാ. എടാ അവക്ക് വല്ലോ അറിയോ? ഇല്ല. നീ പറയുവോ? അതുമില്ല. എടാ പിന്നെ നിനക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഡിസ്റ്റൻസ് ഇട്ടാലേ കാര്യം നടക്കുള്ളൂ. ഒരു മിനിറ്റ് അവളെ വിളിക്കുന്നേ. എടാ നാശത്തിലേക്കാ നിന്റെ പോക്ക്. എടാ എബിനെ, പറഞ്ഞിമ്മി. എന്നെ ഒന്ന് നീ സഹായിക്കണം. എന്താ കാര്യം? അജ്മലേ കുട്ടാ, പതപ്പിക്കണ്ട, കാര്യം പറ. എടാ അവളുടെ പപ്പ വരുന്നുണ്ടെന്ന്. അതിന്? എടാ അവള് ഞാനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് കള്ളം പറഞ്ഞെന്ന്. അതെന്തിന്? എടാ വേറെ ആലോചനകളൊന്നും വരാതിരിക്കാൻ കള്ളം പറഞ്ഞതാ. അല്ല അപ്പൊ നിന്നെ കൊണ്ട് അവളെ കെട്ടിക്കില്ലേ പുള്ളി? എടാ അതല്ലേ, എനിക്ക് സെറ്റിലാവാൻ 1-2 കൊല്ലം ചോദിക്കണമെന്ന്. അതിനുശേഷം ഞങ്ങൾ ബ്രേക്കപ്പ് ആയെന്നൊന്നും പറഞ്ഞോളൂന്ന് അവള് പറഞ്ഞേ. അളിയാ നീ വെറുതെ പെങ്കോന്തനാവരുത്. അവള് വിളിക്കുമ്പോ നാണമില്ലാതെ കയറി ചെന്നിട്ട് ഉടായ്പിനൊന്ന് കൂട്ടിയിക്കരുത്. ഇല്ലെന്നേ, കമ്പൊടിച്ചിട്ട പോലെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. ഗുഡ് മോർണിംഗ് നിമ്മി. നല്ല ബെസ്റ്റ് കോലം. എന്താ ഷർട്ട് നന്നായില്ലേ? എന്താടാ ഇത്? വാ, പതുക്കെ ഷർട്ട്. അവന്റെ ഒരു കോപ്പിലെ ഗ്ലാസ് കണ്ണടി ഉണ്ടാ. ഓരോ കോപ്രായങ്ങളായിട്ട് ഇറങ്ങിക്കോളും. അല്ല, നിന്റെ അച്ഛനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഒരു പോലീസ് ലുക്ക് വരട്ടെ വിചാരിച്ച്. അതിനിങ്ങനെ കോമാളിയായിട്ട് പറഞ്ഞോ? ആ ഷർട്ടൊക്കെ ഒന്ന് റെഡിയാക്കിന്റെ അഭിനയ. പക്ഷെ എന്ത് ചെയ്തിട്ടൊരു മെന വരുന്നില്ല. അങ്കിളിപ്പോ എത്തും? ഇപ്പൊ എത്തും. പിന്നെ നീ പപ്പാന്ന് വിളിച്ചാ മതി. അല്ല അത് പുള്ളിക്ക് ഇഷ്ടമായില്ലെങ്കിലോ? നീ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടേച്ചാ മതി. ആ ശരി. അപ്പം ആക്ട് നോർമൽ, ഓക്കെ? ഹലോ പപ്പ, സുഖല്ലേ? പപ്പയോ? ആരുടെ പപ്പ? അല്ല നിമ്മിയുടെ പപ്പ അല്ലേ? അയ്യോ പപ്പ ചൂടാവരുത്, ഞാൻ അവനോട് പറഞ്ഞ അങ്ങനെ വിളിച്ചോളാം. എന്നോട് ക്ഷമിക്കണമെങ്കിൽ. സോറി മോ, ഞാൻ ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പഠിച്ചോണ്ടിരിക്കുക. എന്നാലും മൊത്തമായിട്ട് അങ്ങ് പോകുന്നില്ലെന്നേ. അത് കുഴപ്പമില്ല. ആ മോളെ, ബാത്റൂം എവിടെയാ? അവിടെ.
ഗെറ്റ് യു ഷിറ്റ് ടുഗെദർ മാൻ. പുള്ളി എങ്ങാനും കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ ഈ ദേഷ്യം കുറയ്ക്കാനാ നോക്കുന്നൊക്കെ പറഞ്ഞ വെറുതെ ആയിരിക്കും. പുള്ളി കൺവിൻസ് ആവൂ? അതിന് നിന്റെ ഈ കൂർ ആക്ടിങ് കണ്ട ആര് കൺവിൻസ്ഡ് ആവാനാ? പപ്പ പറഞ്ഞു. ഇരിക്കി ഇതിന്റെ എത്ര ഗ്യാപ്പ്? ഇങ്ങോട്ട് നീങ്ങിയടാ. എബിന് എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ? അയ്യോ, എന്ത് ദുശീലം? ഈ വലിയോ കുടിയോ അങ്ങനെ എന്തെങ്കിലും? അയ്യോ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അയ്യോ. അപ്പോൾ ഒരു സിഗരറ്റ് ചോദിച്ചാ ഉണ്ടാവില്ല അല്ലേ? വാ പൊളിച്ചിരിക്കാണ്ട് പോയി എടുത്ത് കൊടുക്കടാ. എൻ്റെ എവിടുന്ന്? ആ മുറിയിലുണ്ടല്ലോ, ഞാൻ കണ്ടതാ. പോയി എടുത്ത് കൊടുക്ക്. ഞാൻ പോയി എന്നാ എടുത്തിട്ട് വരാം. എവിടെ ഇരിക്കണം? കഴിഞ്ഞ ദിവസം വന്നപ്പോഴേ ഞാനവിടെ ഇട്ടേച്ച് പോയതാ. പിന്നെ ഞാൻ അതെടുത്ത് വെച്ചു. മിടുക്കി. നിമ്മി, അതിവിടെ കാണുന്നില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വരാം. ഞാനൊന്ന് മമ്മിയെ വിളിക്കട്ടെ. ഓക്കെ പപ്പ. എടി, അവർ തമ്മിൽ അങ്ങനെ അടുപ്പുള്ളതായിട്ട് അവരുടെ പെരുമാറ്റം കണ്ട തോന്നത്തില്ല. അത്രക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് മാറ്റാവുന്നല്ലേ ഉള്ളൂ. കേട്ടല്ലോ? എല്ലാം ഞാൻ ശരിയാക്കി തരാം. എവിടെ പോയി? ഒരുമിച്ചൊന്നുമല്ല, അവൻ വേറെ കണ്ടാ താമസിക്കുന്നു. ഇതിനെങ്ങാനും ആണെങ്കിൽ പിന്നെ നമ്മൾ വേറൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഇതാ പപ്പ. മമ്മി എന്ത് പറഞ്ഞു? ഓ, ഒന്നുമില്ല. ഓ, അപ്പൊ നേരത്തെ നുണ പറഞ്ഞതല്ലേ? അല്ല, അത് ഞാൻ പപ്പയുടെ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. എടാ കൊച്ചനെ, ഞാനിത്തിരി പഴഞ്ചനാ, ശരിയാ. പക്ഷേ കാലം മാറുന്നതൊക്കെ ഞാനും അറിയുന്നുണ്ട്. ഈ വലിക്കുന്നതും കുടിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമല്ലാത്ത എന്താണെന്നറിയോ? നുണ പറയുന്നതാ. കേട്ടോ? അല്ല, ഞാൻ മാത്രമല്ല, അവള് പറഞ്ഞിട്ട്. അതെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ബാ. ഹലോ. ജോർജ. നിന്റെ ഇന്നത്തെ പെർഫോമൻസ് മോശം എന്ന് പറഞ്ഞ പരമ മോശമായിരുന്നു. ഞാൻ എന്തോ ചെയ്തെന്നായി പറയുന്നേ? പപ്പ മമ്മിയെ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നമ്മൾ തമ്മിൽ അടുപ്പം തോന്നില്ല. നിനക്കത് പറയാം. ഇത് പരമാവധി കള്ളം പറയാതെ തീർക്കാനേ ഞാൻ നോക്കുന്നേ. അല്ലെങ്കിലും ഈ ജോർജ് എന്ന് പേരുള്ള അപ്പന്മാരെയൊക്കെ സൂക്ഷിക്കണം. പെമ്മക്കളുള്ളതാണെങ്കിൽ പ്രത്യേകിച്ചും. പുള്ളി എന്താ നിന്നെ ചാക്കി കെട്ടി കാട്ടിക്കൊണ്ട് കളയോ? പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിടുന്ന സാധ്യതയുണ്ട്. ഇന്നത്തെ എങ്ങാനും പൊളിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കുഴിച്ചിടാൻ പോകുന്ന ഈ ഞാനായിരിക്കും. പിന്നെ നമ്മളിപ്പോ പോകുന്ന സമയത്ത് പുള്ളി ചോദിക്കൊന്നുമില്ലായിരിക്കും. പക്ഷെ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലിവിങ് റിലേഷനിലാട്ടോ. അയ്യോ, അത് പ്രശ്നത്തില്ലേ? അല്ലെങ്കിലും പ്രശ്നമാവും. വാ. അപ്പൊ എന്താ നിങ്ങളുടെ തീരുമാനം? എന്താ നിങ്ങളെ? അല്ല പാപ്പ, ഇങ്ങനെ കല്യാണം കഴിക്കാതെ നടക്കാനാണോ? അല്ല പാപ്പ, എബിന് വീട്ടില് കുറെ കാര്യങ്ങളുണ്ടല്ലോ നോക്കാനായിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്ന് ഓർത്തു. ആണോടാ? നല്ല ചെറുക്കന്മാർക്ക് കുടുംബസ്നേഹം കാണും, നല്ലതാ. പക്ഷേ എടാ മോനെ, എല്ലാം ശരിയായിട്ട് കല്യാണം കഴിക്കാതിരുന്നാലേ കല്യാണം കഴിഞ്ഞൊന്നും ശരിയാവുകയല്ല. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? അതാ ഞാൻ പറഞ്ഞേ, ഈ കല്യാണം കൊണ്ട് നിനക്ക് വേറെ എക്സ്ട്രാ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അവൾക്ക് സ്വന്തം കാര്യം നോക്കാൻ ശേഷിയുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കാൻ പറ്റുമോ? എന്നാ നോക്കുന്നേ? ഒറ്റയ്ക്കല്ലായോ? അതോ കല്യാണത്തിന് മുന്നേ പൊറുതി തുടങ്ങിയോ? പപ്പ ദേഷ്യപ്പെടരുത്, ഞങ്ങള് ലിവിങ് റിലേഷനിലാ.
ദേഷ്യപ്പെടരുതെന്ന് വിചാരിച്ച ഈ യോഗയും അതും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ എന്നാ ചെയ്യാനാ, ഇങ്ങനെ ഒരു തീങ്ങേട്ട അയച്ചേക്കല്ല കർത്താവ്, പരീക്ഷിക്കാനായിട്ട്. അങ്കിള് ക്ഷമിക്കണം. ക്ഷമിക്കാനായിട്ട് എന്ത് തെറ്റ് ചെയ്ത് പിള്ളേരെ? നിങ്ങള് സ്നേഹിച്ചവരല്ലേ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. പിന്നെ ഈ നാട്ടുകാരെന്ത് പറയുന്ന? നാട്ടുകാരുടെ പോയി പണി നോക്കാൻ പറ പപ്പ. അത് പറ്റത്തില്ല, എനിക്കൊരു നിലയും വിലയൊക്കെ ഉള്ളതാ, അത് കളയാൻ പറ്റത്തില്ല. പറ, എപ്പോഴാ കല്യാണം? പപ്പ എബിനെ ഇങ്ങനെ നിർബന്ധിക്കുന്ന എന്തിനാ? അവനവന്റെ കടമകളൊക്കെ കഴിയട്ടെ. കുറച്ച് എടി കൊച്ചേ, നിനക്ക് വരുമാനമുണ്ട്, പോരെങ്കിൽ നിന്റെ കാര്യത്തിനും ചെലവിനും ഉള്ളത് ഞാനും മമ്മിയും കരുതി വെച്ചിട്ടുണ്ട്. ഇവന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നോളും. പക്ഷെ ഇതിങ്ങനെ വെച്ച് നീട്ടാൻ പറ്റത്തില്ല. പരമാവധി 2 മാസം. 2 മാസം. അങ്കിള് 2 മാസത്തൊക്കെ പറയുമ്പോഴേക്കും. അങ്കിളോ? പപ്പാന്ന് വിളിയടാ. അല്ല, ഞാൻ ഡാനിയലച്ചനൊന്ന് വിളിക്കട്ടെ, ഇപ്പൊ തീർപ്പാക്കണം കാര്യങ്ങൾ. നിമ്മി കാര്യങ്ങളെ കൈവിട്ട് വിടും. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഞാനതിന് എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? സത്യം തുറന്നു പറ, എന്നാ പിന്നെ കള്ളം പറഞ്ഞതിനുള്ള കിട്ടും. അല്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ കിട്ടും. ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്കിച്ചിരി സമയം എന്താ? പപ്പ വരുന്നു. അച്ഛനോട് സംസാരിച്ചു, എല്ലാം ഓക്കെയാണ്. ഓഗസ്റ്റ് മാസത്തിലെ ഞായറാഴ്ച കല്യാണങ്ങളൊന്നും ഇതുവരെ ഇല്ല. അപ്പോഴെങ്കിലും നടത്തണം. മോനെ, നീ നിന്റെ പപ്പയുടെ നമ്പർ തന്നെ, ഞാൻ കൈയോടെ വിളിക്കട്ടെ. പപ്പ, ഞാന് എടുപിടിന്ന് നടത്തുന്നതിലൊന്നും ടെൻഷൻ വേണ്ട. ഇപ്പോഴും ഇതിന് ഓടി നടക്കാനുള്ള നല്ല ആരോഗ്യം എനിക്കുണ്ട്. നീ ഒന്നും അറിയണ്ട, നീ എന്റെ കൊച്ചിനെ നല്ലോണം നോക്കിയാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ ചെറിയൊരു പപ്പ, കുഴപ്പമുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇല്ല മോളെ, നീ പറയുന്ന പോലെ നടത്തും. ഒരാർഭാടവും വേണ്ട, ബന്ധുക്കാരെ ഒന്ന് അറിയിക്കാം. പരമാവധി ഒരു 50ഓ 100ഓ. അതല്ല പപ്പ. ഓ, ഇനി ആർഭാടം വേണം, അത് നടത്താം. ഒറ്റ മോളല്ലടാ, കുറയ്ക്കാൻ പറ്റുമോ? പപ്പ, ഞാൻ കള്ളം പറഞ്ഞതാ. എന്ത്? സോറി പപ്പ. ഒരാൾ ഇഷ്ടാണെന്നെങ്കിലും പറഞ്ഞ പപ്പ എനിക്ക് കുറച്ച് സമയം തരുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. ഓ, അപ്പൊ നീ അതിന് കൂട്ടുന്നല്ലേ? എന്നെ പറ്റിക്കായിരുന്നല്ലേ? പപ്പ, ഞാൻ പുറത്തെന്റെ കാറ് കിടപ്പുണ്ട്, പോയി കേറ്. ഞാനോ? അതെ, പോയി കേറ്. ഇവൾക്ക് എന്നോട് കള്ളം പറയാൻ കാരണമുണ്ട്. നിനക്കോ? പപ്പ, ഞാൻ പറഞ്ഞിട്ട് എബിൻ. നീ പറഞ്ഞോണ്ട് ഇവനനുസരിക്കണ. പോയി കേറാ. പപ്പ, അവനെ ഒന്നും ചെയ്യരുത്. നീ ഇതിലിടപെടണ്ട. പോയി കേറാ. ചെല്ലടാ, പോയി കേറാ. എബിനെ, എന്താ പപ്പ? നിനക്ക് അവളെ ശരിക്കും ഇഷ്ടമാണ് അല്ലയോടാ? അല്ലെങ്കിൽ നീ എന്തിനാടാ ഇങ്ങനെ ഒരു പരിപാടിക്ക് കൂട്ട് നിൽക്കുന്നത്? വാങ്ങിക്കടാ. വേണ്ട പപ്പ. എന്നാ വേണ്ട, ശരിക്കും. നിനക്ക് ആ പഴയ കെവിനെ ഓർമ്മയുണ്ടോ? ഇവാനേഴ്സിലെ. ഓ, എന്താ ഒരു പുച്ഛം? നിങ്ങൾ ക്ലാസ്മേറ്റ് ആയിരുന്നില്ലേ? അല്ല, അവൻ കൊമേഴ്സ് ആയിരുന്നു. എനിക്കെൻ്റെ പേര് വെക്കുമ്പോഴേ ചൊറിഞ്ഞു വരും. അവളിനി വീണ്ടും അവനെപ്പോലെ വല്ലവനെ കണ്ടുപിടിച്ചാലോ എന്നാ എനിക്കും സെലീനക്കും പറയും. കൊള്ളാവുന്ന ഒരുത്തം വേണമെന്നേ ഉള്ളൂ. ഒരാളെ കണ്ടുപിടിച്ചാലേ പറ്റുന്നുണ്ടോ? അവളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഒഴിവാക്കണമെന്ന ആഗ്രഹമൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ സമയം കഴിഞ്ഞാൽ അവക്ക് സ്വയം നോക്കാൻ പറ്റില്ലേ? അവള് കുഞ്ഞായിരുന്നപ്പോളേ, കുഞ്ഞെന്ന് വെച്ചാ ഒരു 5 വയസ്സ്, അവക്ക് രാത്രി ഒരേ വാശി, അവളുടെ കുഞ്ഞാൻ്റിയുടെ വീട്ടിൽ പോകണം, അതും ഒറ്റയ്ക്ക് പോകണം. ഞാൻ കൂടെ ഇറങ്ങുമ്പോൾ പപ്പ പോ എന്ന് പറഞ്ഞ് അവൾ ഒരേ ബഹളം. എന്നിട്ടെന്താ, ഞാൻ പോകുവാന്ന് കള്ളം പറഞ്ഞ് വീടിന്റെ ബാക്കിലൂടെ ഇറങ്ങി അവള് പോകുന്ന വഴിക്ക് പോയി നിന്നു. അവളുടെ കാര്യം നോക്കാനേ അവൾക്കറിയാം. എന്നാലും ആരെങ്കിലുമൊക്കെ വേണ്ടടാ എല്ലാവർക്കും. ഞാൻ കള്ളം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല പപ്പ. എടാ മോനെ, ഞാൻ പഴയ പോലീസുകാരനാ. ആ ബാത്റൂമിൽ കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി അവിടെ ഒരു പുരുഷൻ താമസമില്ലാന്ന്. പിന്നെ ഇത്രയും നേരം കല്യാണക്കാരിയൊക്കെ അത് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാ. എന്തിന്? എങ്കിലല്ലേ നിന്നെ പിടിച്ചോണ്ട് പോരാൻ പറ്റൂ. മനസ്സിലായില്ല. ഇപ്പൊ കണ്ടോ, മിണ്ടല്ലേ. ആ മോളെ, നിന്നോട് പപ്പക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ നേരെ വീട്ടിൽ പോവാ. നിന്നോട് സ്നേഹമുള്ള, നിനക്കിഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടുപിടിക്കുക എത്രയും വേഗം. ഇനി നീട്ടാൻ പറ്റത്തില്ല. വെക്കട്ടെ? എബിനോ? അവനോട് എനിക്ക് നല്ല ദേഷ്യം. അവനെ ഞാൻ പറഞ്ഞു വിട്ടു, നിന്നെ കാണരുതെന്നും പറഞ്ഞു. അവനെന്നെ പറ്റിക്കാൻ നോക്കുക, ഒരുത്തം കെട്ടവൻ. ഞാൻ വെക്കുവാ മോളെ.
ഈ സംസാരിച്ചത് എൻ്റെ മോളെ നിമ്മിയാണെങ്കിൽ അവൾ ഇപ്പൊ വിളിക്കും, എനിക്ക് വേണ്ടി മാപ്പും പറയും. എന്നിട്ട് നോക്കിക്കോ, പറഞ്ഞത് കാര്യമാക്കണ്ട, നീ വീട്ടിലോട്ട് വാന്ന് പറയും. നോക്കിക്കോണേടാ മോനെ. ഹലോ, ഏയ് കുഴപ്പമൊന്നുമില്ല, ഇല്ല വിഷമമൊന്നുമില്ല. ഇപ്പോഴോ? വീട്ടിലോട്ട് പോവാ? ഇല്ല ഒന്നുമില്ല. എന്തേ പറഞ്ഞു? നിന്നെ ഇനി കാണരുതെന്ന് പറഞ്ഞു. ഇല്ലില്ല, തല്ലിയിട്ടൊന്നുമില്ല. ഇല്ല നിമ്മി, പപ്പ പറഞ്ഞത് ആ ശരി ഞാൻ വരാം. എന്നാ പറഞ്ഞു? ഞാൻ ആ പപ്പയുടെ മോള് തന്നെയാ, എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന്. തല്ലിയോന്ന് ചോദിച്ചു. ഓ അത് ഇപ്പോഴേ ഒരു റിയലിസ്റ്റിക് ആയി ഈ അടിയായിരിക്കണം അവക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ തുടക്കം. ആ സിമ്പതിയാണ് നിനക്കുള്ള എന്റെ ഗിഫ്റ്റ്. പോട്ടടം മരുമോനെ. പപ്പ തല്ലൂന്ന് ഞാൻ വിചാരിച്ചില്ല. സാരില്ല, ഒരെണ്ണല്ലേ. ഒരെണ്ണേ കിട്ടിയുള്ളൂ? ഒരെണ്ണത്തിൽ നിർത്തി എൻ്റെ ഭാഗ്യം. പപ്പയുടെ കോളാ. ഹലോ പപ്പ, എബിനെ എന്തിനാ തല്ലിയത്? വിരല് 4 അവന്റെ മുഖത്തുണ്ട്. ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടു. ആഹാ, അവനെ ഞാൻ കാണാന്ന് പപ്പ എങ്ങനെ തീരുമാനിക്കുന്നേ? എന്റെ കൂടെ നിന്നവന് തല്ലും കിട്ടിയിട്ട് എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ കാണും, സംസാരിക്കുകയും ചെയ്യും. അല്ലേ, ഇത് നന്നായി പോയി. സോറി ട്ടോ.